തൃക്കണ്ണാപുരം തീർത്ഥയാത്ര ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം. പൊന്നാര മക്കളെ, ഞാനുള്ള പൂരത്തിന് ആരും പോകരുത്. ആനുള്ള പൂരത്തിന് ആരും പോകരുത്. ഞാൻ ലൈവായിട്ട് കണ്ടു. എൻ്റെ ഒരു ഏകദേശം 4 കിലോമീറ്റർ അപ്പുറത്താണ് ആന ഇറങ്ങിയത്. നമ്മളെ വയമ്പറ്റ് മഹാവിഷ്ണുവിൻ്റെ തിടമ്പേറ്റുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ശ്രീമൂലസ്ഥാനം പ്രദക്ഷിണം വെച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. താഴത്ത് ഞാൻ ആനയുടെ വരവ് വീടെടുത്ത് കൂട്ടിക്കണം. ആ സമയത്ത് പിന്നെ ഒരു തണ്ണിമത്ത കച്ചവടക്കാരൻ ഒരു തണ്ണിമത്ത ആയിട്ട് ആനയുടെ മുന്നിലേക്ക് വന്നു. അപ്പോൾ ആന ഒരു തുമ്പിക നീട്ടി മേടിക്കുമ്പോൾ ആനയുടെ പിന്നെ പുറത്തുനിന്ന് മേടിക്കണ്ട എന്ന് ഉദ്ദേശം അറിയില്ല. ആനയുടെ കയ്യിന് മുകളിൽ ഒരു കുത്തുകുത്തി. അപ്പോൾ അവനത് ആനയുടെ മുന്നിലേക്ക് കൊടുത്തു. രണ്ടാമതും ഒരു തണ്ണിമത്തയും കൂടി വീണ്ടും നീട്ടിയപ്പോഴും ഈ വാപ്പാൻ ആനയുടെ മുൻകാലിൽ കയ്യിന് മുകളിൽ ഒരു അത് കഴിഞ്ഞ് ആന നേരെ എന്ത് ചോദിച്ചാൽ ബാക്കത്തെ കാലുകൊണ്ട് വാപ്പാനെ ഒരു ചവിട്ട് ഒരു തട്ട്. ആ തട്ട് 2 കിലോമീറ്റർ അപ്പുറം ആന ആ പാപ്പാന്ന് ഇറങ്ങി. ഇത് നമ്മൾ ലൈവായി കാണട്ടെ മക്കളെ. ജീവിതത്തിൽ വാട്സപ്പിൽ ഇങ്ങനെ കാണാം, ഫേസ്ബുക്കിൽ കാണാമെന്നല്ലാതെ ആന അടഞ്ഞു എന്ന് കാണുന്നല്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. അത് കഴിഞ്ഞ് ആന നേരെ കഴിഞ്ഞപ്പോൾ ആ വാപ്പാൻ വന്നിട്ട് ആന 2 അടി വീണ. വാപ്പാൻ ആന 2 അടി. ആ നേരെ മുന്നോട്ട് പോയിട്ട് ആ ഒരു നേരെ മുന്നിൽ പോസ്റ്റുകാരുണ്ട്. പോസ്റ്റുകാർ ഒരു ചവിട്ട്. പോസ്റ്റുകാർ അങ്ങോട്ട് ഒടിഞ്ഞിരുന്നു. വീണ്ടും ഒരു ചവിട്ട്. പോസ്റ്റുകാർ 2 കഷ്ണമായി. കാറ്റിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. 2 കഷ്ണമായി. ആന തിരിഞ്ഞു. 50 പോയി. ആ 50 പോകണമായിരിക്കും. ആന ഒന്ന് കുറഞ്ഞു. തിടമ്പേറ്റ ആള് താഴത്തേക്ക് പോകണം. 50-നുള്ളിൽ പോയിട്ട് ഭഗവാനെ പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഒരു കൊട്ടവണ്ടിക്കാരൻ്റെ ഐസ്ക്രീം അവന് ഒരു ചവിട്ട് ഊണം. പക്ഷേ താഴത്തേക്ക് ഇറങ്ങിയാന്ന് വെച്ചാൽ ഇന്നെപ്പോലെ കുറേ ആൾക്കാർ താഴത്തുണ്ടായിരുന്നു. പക്ഷെ നേരെ കുളത്തൊരു അങ്ങാടിക്കാണ് പോയി. ആന തളച്ചു. എന്തായാലും മുന്നാര മക്കളെ, ആനപ്പൂരത്തിന് ഇനി പോണ്ട. ആനപ്പൂരത്തിന് ഞാൻ പോരാ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെ ആനപ്പൂരാണ്.